ഇന്ന് നമ്മുടെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവഗിരി തീർത്ഥാടനത്തിന് പോയപ്പോൾ ആറ്റുകാൽ വെച്ചുണ്ടായ അപകടത്തിൽ നമ്മുടെ ലിപ്പ് പോയായിരുന്നു. അത് ശരിയാക്കാൻ വേണ്ടി നമ്മുടെ ഈ വണ്ടിയുടെ ബോഡി വർക്ക് കാര്യങ്ങളും എല്ലാം ഫുള്ള് പണി ചെയ്ത് കഴിഞ്ഞാൽ ബോഡി വർക്ക്ഷോപ്പിലോട്ടാണ് പോകുന്നത്. ഭരണിക്കാവിന് കിഴക്ക് വശമുള്ള ഞങ്ങളൊക്കെ ജയൻ്റെ വർക്ക്ഷോപ്പ് എന്നാണ് പറയുന്നത്, അവിടോട്ടാണ് പോകുന്നത്. വർക്ക്ഷോപ്പിലോട്ടുള്ള വഴിയാണ്. അപ്പം അവിടെ ചെല്ലുമ്പോൾ അറിയാം തിരക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത്. തിരക്കുള്ള ഒരു വർക്ക്ഷോപ്പാണ്. നമ്മൾ വിളിച്ചപ്പോൾ വരാൻ പറഞ്ഞ് അങ്ങനെ നമ്മൾ പോവുകയാണ്. അവിടെ ചെന്നിട്ട് വണ്ടികളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഓരോ വണ്ടികളും ഇങ്ങനെ കൊണ്ടുവന്നിട്ടേക്കാണ്. പുതിയ വണ്ടികളും ഇടിച്ച വണ്ടികളും ഒക്കെ ഉണ്ട്. ബോഡി വർക്കും എല്ലാം ഫുള്ള് വർക്ക് ഇവിടെ ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ ഒഴിച്ച് ബാക്കി എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. ഫൈബർ വർക്കാണ് കൂടുതലും. പെയിൻറ്റിങ് ഉണ്ട്. ഇപ്പം ഒരു പ്രൈവറ്റ് ബസ് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്ക് കട്ട് ചെയ്തിട്ട് ഇപ്പോഴത്തെ പുതിയ മോഡൽ രീതിയിൽ ഫൈബർ അടിച്ചിട്ട് ഫിനിഷിംഗ് വർക്ക് ചെയ്യുകയാണ്. ഇതിപ്പം ബാക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുകയാണ്. ഇത് ഫ്രണ്ട് കട്ട് ചെയ്തിട്ട് പുതിയ മോഡലാക്കാൻ പോവുകയാണ്. വേറൊരു മോഡൽ നമുക്ക് വേണമെന്ന രീതിയിലുള്ള ഇഷ്ടമുള്ള മോഡൽ ചെയ്യാം. ഇത് ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ്. ഇത് ബാക്ക് കണ്ടോ, ഇപ്പോഴത്തെ പുതിയ മോഡൽ. ഇതിപ്പം പുതിയ വണ്ടി കൊണ്ടുവന്നതാണ് ഫുൾ വർക്ക് ചെയ്യാൻ വേണ്ടി. ലോഡിങ് എന്നൊക്കെ എഴുതിയേക്കുന്നതുണ്ടോ. നമ്മുടെ വണ്ടിയുടെ പണി തുടങ്ങി. അത് ഒരു പരുവത്തിന് ചെയ്തു തരാനേ പറ്റൂ. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് സമയമില്ല. ഇതെല്ലാം ഫൈബർ ഒട്ടിച്ചിട്ട് പുട്ടിയൊക്കെ ഇട്ട് ലെവലിൽ ചെയ്ത് ഫിനിഷിംഗ് വർക്ക് ചെയ്യണമെങ്കിൽ സമയമെടുക്കും. അതുകൊണ്ട് സമയം പോലെ ഒരു ദിവസം വരാൻ പറഞ്ഞ് ഒരു ചെറിയ രീതിയിൽ വലിയ വൃത്തികേട് ഇല്ലാത്ത രീതിയിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുകയാണ്. ഇപ്പം കളറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതൊന്ന് ഫിനിഷ് ചെയ്ത് തരണമെന്ന് പറഞ്ഞ് അങ്ങനെ പെയിൻറ്റ് ടച്ചപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ പെയിൻറ്റ് ടച്ചപ്പ് ചെയ്ത് തരുവാണ്. അപ്പം ടച്ചപ്പ് ചെയ്തപ്പോൾ വലിയ വൃത്തികേടില്ല. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പണി കഴിഞ്ഞ് തിരിച്ച് വരുമ്പം റീജനറേഷൻ ഇത് കാണിച്ച് അങ്ങനെ പിന്നെ വണ്ടി സൈഡ് ഒതുക്കി. കുറച്ച് നാളായി കാണിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്തു. ഇതിനകത്ത് 2 സ്വിച്ചുണ്ട്. BS6 വണ്ടികൾക്കാണ് റീജനറേഷൻ സിഗ്നൽ